നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. ചൂടായ പാത്രങ്ങളിലോ ദോശക്കല്ലിലോ മറ്റോ അറിയാതെ കൈതട്ടിയാൽ എന്താണ് സംഭവിക്കാറുള്ളത്? ഒന്ന് ചിന്തിക്കാൻ പോലും നിൽക്കാതെ അത് മനസ്സിലാകും മുൻപ് തന്നെ നമ്മൾ കൈ പെട്ടെന്ന് പിൻവലിക്കാറാണുള്ളത്. ഇത് വളരെ സ്വാഭാവികമാണ്. എന്നാൽ ഇപ്പോൾ ഇതേ കഴിവ് റോബോട്ടുകൾക്കും ലഭിച്ചിരിക്കുകയാണ്. ശാസ്ത്രലോകത്ത് തന്നെ വളരെ വലിയ മുന്നേറ്റവുമായി സ്പർശനവും വേദനയും തിരിച്ചറിയാനും ഉടനടി പ്രതികരിക്കാനും കഴിയുന്ന നൂതന കൃത്രിമ ചർമ്മം ഗവേഷകർ വികസിപ്പിച്ചിരിക്കുകയാണ്. മനുഷ്യ ശരീരത്തിൽ തൊലിയിൽ അനുഭവപ്പെടുന്ന പൊള്ളലോ വേദനയോ നേരിട്ട് നട്ടലിലേക്കാണ് സിഗ്നൽ അയക്കുന്നത്. തലച്ചോറിന്റെ നിർദ്ദേശങ്ങൾക്കായി കാത്തിരിക്കാതെ തന്നെ ശരീരം പ്രതികരിക്കുന്നതിനാലാണ് ഈ റിഫ്ലെക്സ് നമുക്ക് പലപ്പോഴും മനസ്സിലാകാത്തത്. ഹോങ്കോങ്ങിലെ സിറ്റി സർവകലാശാലയിലെ ഗവേഷകർ മനുഷ്യ നാഡീ വ്യവസ്ഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ പുതിയ ന്യൂറോമോർഫിക് റോബോട്ടിക് സ്കിൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. നിലവിലുള്ള മിക്ക റോബോട്ടിക് ചർമ്മങ്ങൾക്കും മർദ്ദം തിരിച്ചറിയുന്നത് പോലെയുള്ള വളരെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ മാത്രമേ തിരിച്ചറിയാൻ സാധിക്കൂ. എന്നാൽ ഈ പുതിയ ചർമ്മം ചെറിയ സ്പർശനം പോലും മനസ്സിലാക്കി അത് വേദനയാണോ പരിക്കാണോ എന്ന് തിരിച്ചറിയാൻ കഴിവുള്ളവയാണ്. സ്പർശന വിവരങ്ങൾ ആദ്യം സെൻസറുകൾ വഴി സോഫ്റ്റ്വെയറിലേക്ക് എത്തുന്നു. അവിടെ നിന്നും അത് ഘട്ടം ഘട്ടമായി വിശകലനം ചെയ്യപ്പെടുകയും ന്യൂറൽ സിഗ്നലുകളോട് സാമ്യമുള്ള പൾസുകളായി മാറുകയും ചെയ്യും. അപകട സാധ്യത കണ്ടെത്തുന്ന നിമിഷം തന്നെ സംരക്ഷണ റിഫ്ലക്സുകൾ സജീവമാകുകയും റോബോട്ട് സ്വയം പിൻവാങ്ങുകയും ചെയ്യും. മനുഷ്യ ശരീരത്തിലെ സ്വാഭാവിക പ്രതികരണത്തെ അനുകരിക്കുന്നതാണ് ഈ സാങ്കേതിക വിദ്യ. ഇതോടെ റോബോട്ടുകൾ കൂടുതൽ സുരക്ഷിതരാവുകയാണ്. അപകടകരമായ വ്യവസായങ്ങളിലും രക്ഷാപ്രവർത്തനങ്ങളിലും മനുഷ്യർക്ക് പകരം റോബോട്ടുകളെ കൂടുതൽ വിശ്വസിച്ച് നമുക്ക് ഉപയോഗിക്കാം. മെഡിക്കൽ മേഖലയിൽ കൂടുതൽ കൃത്യതയുള്ള ശസ്ത്രക്രിയകൾക്കും ഈ സാങ്കേതിക വിദ്യ വഴിയൊരുക്കും. കൂടാതെ കേടായ ഭാഗങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞ് വേഗത്തിൽ മാറ്റിസ്ഥാപിക്കാനും കഴിയുമെന്നാണ് ഗവേഷകർ പറയുന്നത്. റോബോട്ടുകൾ ഇനി വെറും യന്ത്രങ്ങൾ മാത്രമല്ല, കാണാനും കേൾക്കാനും എന്നതിനപ്പുറം അനുഭവിക്കാനും പ്രതികരിക്കാനും കഴിയുന്ന പുതിയൊരു തലത്തിലേക്കാണ് സാങ്കേതിക വിദ്യ എത്തിച്ചേർന്നിരിക്കുന്നത്.